അതുകൊണ്ട് ഞാൻ ജനപ്രതിനിധികളുമായി പോയി നേരിട്ട് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സന്ദർശനം വെച്ചത്. ഇന്ന് ഞങ്ങൾ അവിടെ പോയി ഏകദേശം 6-7 കിലോമീറ്റർ വരെ വണ്ടി പോകുന്ന സ്ഥലം വരെ ഞങ്ങൾ പോയി പരിശോധിച്ചു. ഒരു കാര്യം ബോധ്യപ്പെട്ടു, ഇത് നാട്ടുകാരുടെ ജനങ്ങളുടെ എല്ലാം വലിയൊരു ആഗ്രഹമായി നിൽക്കുമ്പോൾ തന്നെ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് കുറച്ചുകൂടെ പഠിക്കേണ്ടതുണ്ട്. അത് എത്രത്തോളം എങ്ങനെ ഇതിനെ ബാധിക്കുമെന്നുള്ളത്. അന്നേരം അത് ഇന്നിപ്പോൾ ഹൈക്കോടതി നിയോഗിച്ച ഒരു എക്സ്പെർട്ട് കമ്മിറ്റി ഉണ്ട്, IAS ഓഫീസേഴ്സ്. ഇത് കൂടാതെ തന്നെ ആ കമ്മിറ്റി കൂടാതെ തന്നെ അതിൻ്റെ റിപ്പോർട്ട് ഈ ദിവസങ്ങളിൽ കൊടുക്കും. അത് കൂടാതെ തന്നെ അത് നേര്യമംഗലത്തിലാണ്, ഇതിനുമുണ്ട് കമ്മിറ്റി. അന്നേരം ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെ സംബന്ധിച്ച് എന്ത് നിലപാടെടുക്കണമെന്ന് വിദഗ്ധരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുറച്ചുകൂടെ പഠനം നടത്താനാണ് ഞങ്ങൾ സന്ദർശനത്തിന് ശേഷം വന്ന് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനത്തിലെത്തിയത്. വേനൽക്കാലത്ത് ഉണ്ടായിരുന്ന കാട് ഇറങ്ങി വരുന്നത് മഴക്കാലത്ത് വളരെ ശക്തമായി ഉണ്ടാകുന്നുണ്ട്. നമ്മൾ നേരത്തെ പറയുന്നത് അത് സാവകാശം വേണം, ഒറ്റയടിക്ക് പ്രശ്നമല്ല എന്നുള്ളതാണ്. ഇന്നൊരു മരണം സംഭവിച്ചിട്ട് ഇന്നിപ്പോൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ കയറിയിട്ട് 3 ആഴ്ച തികയാണ്. 22-22 ദിവസമാണ്. ആകെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാറിയെന്നേ ഉള്ളൂ, ഉദ്യോഗസ്ഥർ പോലും പഴയതാണ്. ആന മാത്രമല്ല, ആനയുടെയാണ് കൂടുതലായി വരുന്നത്. ഞാൻ ഈ ദിവസങ്ങളിൽ തന്നെ ബോധ്യപ്പെട്ട് പറയുകയും ചെയ്ത്, ഏത് സമയത്തും എവിടെയും അപകടം പതിയിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കേരളത്തിൻ്റെ പല ഭാഗം. അതിൽ ഹോട്ട്സ്പോട്ട്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇതിനൊരു പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കണമെങ്കിൽ കടമ്പകൾ ഒത്തിരിയുണ്ട്. ഇന്ന് ഞാൻ അടിയന്തരമായി പോകുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാത്രി 8 മണിക്ക് ചർച്ച വെച്ചിരിക്കുകയാണ്. ഇത് അഡ്രസ്സ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. എനിക്ക് ഒന്നേ പറയാനുള്ളത്, അങ്ങേയറ്റം സീരിയസ്നെസ്സോടുകൂടി ഗവൺമെൻറ് ഇതിനെ സമീപിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ ഇത് ഫൈറ്റ് ചെയ്യാൻ കൊടുത്ത തുക തികച്ചും അപര്യാപ്തമായിരുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ കുറ്റവും ഏറ്റുവാങ്ങുമ്പോഴും സെൻട്രൽ അസിസ്റ്റൻസ് അടക്കം 305 കടലാസിൽ കണക്കെങ്കിലും ഫലത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിഹിതം 150 കോടി രൂപ മാത്രമാണ്. അതിൽ 70% വാച്ചർമാരുടെ ശമ്പളത്തിന് പോകും. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് ഫൈറ്റ് ചെയ്യാൻ എന്തോ പണം കൊടുത്തതെന്ന്. അന്നേരം ആ ഒരു സമീപനം മാറിയേ പറ്റൂ. ഇത് ഫൈറ്റ് ചെയ്യണമെങ്കിൽ മാൻ പവർ വേണം, റിസോഴ്സസ് വേണം, എക്യുപ്മെൻറ്റ്സ് വേണം, ബാക്കി പണം വേണം. അത് ഇപ്പോൾ മുതൽ ഒരു പ്രത്യേക അതിൻ്റെ സീരിയസ്നെസ് കണക്കിലെടുത്തുകൊണ്ട് ഗവൺമെൻറ് അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ട് നൽകും. ആ സീരിയസ്നെസ് ഉള്ളതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി തന്നെ ഇന്ന് ചർച്ച വെച്ചിരിക്കുന്നത്. ഞാൻ ഇവിടുന്ന് ചെന്നിട്ട് അഡ്രസ്സ് ചെയ്യും. ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, ഈ കാട് ഇറങ്ങുന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ തന്നെ പറയുന്നത് ഈ സോളാർ ഫെൻസിങ് അപര്യാപ്തമാണ്, അവിടെ അതിന് പകരം ട്രെഞ്ച് വേണം എന്നാവശ്യം. പക്ഷേ വനം വകുപ്പ് ഇപ്പോഴും 3-3.5 കോടി രൂപ മുടക്കി കോതമംഗലം മേഖലയിൽ തന്നെ ഈ സോളാർ ഫെൻസിങ് അടക്കമുള്ള സംവിധാനങ്ങളിൽ തന്നെയാണ് ഇപ്പോഴും ആശ്രയിക്കുന്നത്. കാട്ടാനം അറച്ചിടുന്നത് തന്നെയാണ്. അല്ല, നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഒറ്റ സൊല്യൂഷനായിട്ടില്ല. ഫെൻസിന് അപര്യാപ്തതയുണ്ട്. ട്രെഞ്ചെന്ന് പഴയ കാഴ്ചപ്പാട് വെച്ച് പറയുന്നു. ട്രെഞ്ച് ഇതിനേക്കാൾ എളുപ്പത്തിൽ മറികടക്കുന്ന സാഹചര്യം പലയിടത്തുമുണ്ട്. ഇതെല്ലാം ടെറൈൻ അനുസരിച്ച് എല്ലായിടത്തും ട്രെഞ്ച് ചെയ്യാനൊക്കത്തില്ല. ട്രെഞ്ചിൻ്റെ അത് സൈഡ് ഇടിച്ചിട്ട് ആന ഇപ്പുറത്ത് കിടക്കും. മഴക്കാലത്ത് വരുമ്പം മഴയും അല്ലെങ്കിൽ മണ്ണൊലിച്ചിൽ കാരണം ട്രെഞ്ച് നിറഞ്ഞു പോകും. ട്രെഞ്ചിൻ്റെ മെയിൻ്റനൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അന്നേരം നമുക്കിതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഇപ്പോൾ ഈ കോതമംഗലം ഏരിയയിൽ ഒരു 400-ൽ പരം മീറ്റർ ഒരു എലി ഫെൻസ് എന്ന് പറഞ്ഞൊരു ഇത് ഒരു കാരണവശാലും, അത് വയനാട് ഇർലത്ത് 70 മീറ്റർ പരീക്ഷിച്ചു. പക്ഷെ അതൊരു വ്യക്തമായ ഒരു ആനധാരയായിരുന്നു. ആനത്താരയിൽ അത് കൊണ്ടുവച്ചതുകൊണ്ട് 70 മീറ്റർ പരീക്ഷിച്ചപ്പോൾ വളരെ ഫലപ്രദമായി വന്നു. ആന ഒരു കാരണവശാലും അതിലേക്കൂടെ പിന്നെ കടന്നിട്ടില്ല. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഇത് അങ്ങനൊരു വ്യക്തമായ ഒരു സ്ലോപ്പും ഒരു ആനത്താര അല്ലാത്തതുകൊണ്ട് ഒരു 400-ൽ പരം മീറ്റർ ഇവിടെ ഇപ്പം പരീക്ഷണാർത്ഥം ചെയ്യുകയാണ്. അതും പരിശോധിച്ച ശേഷം നമുക്കിതെല്ലാം കൂടെ ചേരുന്നതാണ്. ഏറ്റവും പ്രോബ്ലമാറ്റിക് ഏരിയയിൽ ഇതൊന്നും പോരാ, 3 ലെയറുള്ള ഡിഫൻസ് സിസ്റ്റം വേണം. ആനയെ പോലെ ഇൻ്റലിജൻ്റ് ആയിട്ടൊരു ആനിമൽ ഇല്ല. അന്നേരം ഞങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന ഇവിടെ എലിഫൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഇത് AI ഉപയോഗിച്ചുള്ള സൗണ്ട് ആൻഡ് ലൈറ്റുള്ള ടൂൾസാണ് ഉള്ളത്. സെക്കൻഡ് ലെയർ ഹാങ്ങിങ് ഫെൻസാണ്. തേർഡ് ലെയർ ആണ് ഇതിൻ്റെ ഭയങ്കരമായി 12 അടി പൊക്കത്തിൽ ലാഷിംഗ് ബെൽറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇത് വെച്ചുകൊണ്ട്, അതൊക്കെ ചൈനയിൽ നിന്ന് വരുത്തേണ്ട സാധനങ്ങളാണ്. ഇത് ചേർന്നുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഒന്നാലോചിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടെറൈൻ വെച്ച് ഒരു ഭാഗത്ത് ചിലടത്ത് നമുക്ക് ഫെൻസ് ഇട്ടാൽ അതിൻ്റെ തൊട്ട് താഴെ ഒരു ട്രെഞ്ച് മതിയെങ്കിൽ നമുക്ക് അങ്ങനെ ആലോചിക്കാം.
പിന്നെ ഇതിനൊരു ടോട്ടൽ കോംപ്രിഹെൻസീവ് പ്ലാൻ തയ്യാറാക്കണമല്ലോ. പലയിടത്തും പല സാധനങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ആട് പച്ചിൽ കടിക്കുന്ന പോലെയാണ്. ഒരിടത്ത് കുറച്ച് ഫെൻസ് ഇടും, അതിൻ്റെ തൊട്ടപ്പുറത്ത് ഓപ്പണായി കിടക്കും. അതുകൊണ്ട് ഇത് ഫലപ്രദമായി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ ആവശ്യപ്പെടുന്നത് ഇതൊരു പ്ലാൻ തയ്യാറാക്കി എന്നിട്ട് വേണമല്ലോ ഫണ്ട് കണ്ടെത്താൻ. 80,000 കോടിയുടെ കിഫ്ബി വഴി പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കി മുൻ ഗവൺമെൻറ്. അന്നേരം ഞാൻ പറഞ്ഞ ഈ ഡിപ്പാർട്ട്മെൻറ്റിന് 150 രൂപ കൊടുത്തത്. ഞാനിപ്പോൾ നോക്കുമ്പോൾ ഒരു 1,000-1,500 കോടി രൂപ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ ഇംപ്ലിമെൻറ്റിങ്ങിനുള്ള സമയവും കൂടെ ഉണ്ടെങ്കിൽ നമുക്കിത് മിറ്റിഗേറ്റ് ചെയ്യാം, കുറേ ഇതിൻ്റെ ആഘാതം കുറയ്ക്കാം. അല്ലാതെ ലോകത്തെങ്ങും ഇത് 100% ഒഴിവാക്കാനൊക്കത്തില്ല. പക്ഷേ ആ സീരിയസ്നെസ്സോടുകൂടി തന്നെ ഗവൺമെൻറ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെ വരും ബഡ്ജറ്റിൽ മുതൽ അതിനുള്ളൊരു തുടക്കം നമുക്ക് കാണാം. ഇതിന് എങ്ങനെ വന്നാലും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിനെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വിമർശിച്ചതായിട്ട് കണ്ടു. റീസണബിൾ, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. ഒരു ബഡ്ജറ്റിൽ പണം വെച്ച് അത് പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്ത് കേരളത്തിൻ്റെ 6000-ൽ പരം കിലോമീറ്റർ നീളമുള്ള വനാതിർത്തിയിൽ അതിന് പ്രതിവിധി കാണണം എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം വെച്ച ഒരു ഉദ്യോഗസ്ഥനെ ഞാൻ മാറ്റിയിട്ടില്ല. ഇപ്പോഴും അതാണ്, മുഖ്യമന്ത്രി മാറി, ഞങ്ങൾ മന്ത്രിമാരും മാറി എന്നുള്ളത് അത് ആനയ്ക്കറിയാൻ വയ്യാമല്ലോ. ആന ഈ നാട്ടിൽ ഇരിക്കുകയല്ലേ. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഞാൻ അതിനിപ്പം മറുപടി പറയുന്നില്ല, ഇത് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആന അറിയുന്നില്ല. അതോ ഇനി അറിഞ്ഞാണോ ഞങ്ങൾ വന്നെന്ന് അറിഞ്ഞുകൊണ്ടാണോ ആന പെട്ടെന്ന് ഇറങ്ങി വന്ന് നിൽക്കുന്നത്? അതുകൊണ്ട് നിഷ്ക്രിയത്വം അല്ലെങ്കിൽ പ്ലാനിങ് ഇല്ലാത്ത സംവിധാനം തന്നെയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇടുക്കിയിൽ ഒരു സൈഡിൽ ഫെൻസ് ഇട്ടു, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയോട് ചേർന്ന്. അത് വന്ന ഒരു പോയിന്റ് വരെ വന്നപ്പം ഈ റേഞ്ചിൻ്റെ തീർന്നു, നീ മറ്റേ റേഞ്ചാണ് ഇടേണ്ടത്, അവിടെ ഇട്ടിട്ട് പോയി. വല്ല കാര്യമുണ്ട് ഇത് ഫെൻസ് ഇട്ടിട്ട്? ഇങ്ങനെയുള്ള വർക്കല്ല വേണ്ട. അതാണ് ഞാൻ പറഞ്ഞത്, ടോട്ടൽ ഇൻ്റഗ്രേറ്റഡ് കോംപ്രിഹെൻസീവ് പ്ലാൻ തയ്യാറാക്കിയിട്ട് അത് വെച്ച് എവിടൊക്കെയാണ് വെറും ഫെൻസ് വേണ്ടത്, 3 ടയർ വേണ്ടത്, 2 ടയർ വേണ്ടത്, ഇത് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കണം. അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് വരുന്നതിൻ്റെ സമയം എന്താണെന്ന് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കറിയാം. ഞങ്ങളിതിന് എഫേർട്ട് എടുക്കുന്നുണ്ട്, നിഷ്ക്രിയമായി നിൽക്കില്ല, അത്രയും പറയാം. നഷ്ടപരിഹാരം ഒന്നും നൽകിയിട്ടില്ല. പുനരധിവാസം ഉറപ്പാക്കുകയാണെങ്കിൽ അദ്ദേഹം അവിടുന്ന് മാറാൻ തയ്യാറാണ്. പക്ഷേ അതിലും ഇടപെടില്ല എന്നാണ് വീടടക്കം തരിപ്പണമായിട്ട്. ഞാൻ പറഞ്ഞതേ, പുനരധിവാസം നവകേരളത്തിൻ്റെ ഒരു പദ്ധതി വെച്ച് കുറച്ച് പേരെ എടുത്തു, അത് പാതി വഴിയിൽ പോയി, അതറിയാം. നഷ്ടപരിഹാരം വളരെ അപര്യാപ്തമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനെല്ലാം ഇപ്പോൾ വർധനവുണ്ടാകും, പക്ഷെ അത് പര്യാപ്തമാണെന്ന് ഞാൻ കാണുന്നില്ല. ഇപ്പോൾ എനിക്ക് ചെയ്യാനൊക്കുന്ന ഈ ബഡ്ജറ്റിൽ അതൊന്ന് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. മുഖ്യമന്ത്രി എടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്, വർധനവുണ്ടാകും. പക്ഷെ അവിടെ തീർച്ചയായിട്ടും നമുക്ക് ഞാൻ ആഗ്രഹിക്കുന്നത്, മനസ്സിൽ വന്ന ആശയം, മലയോര മേഖലയിലാകും കവർ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതി പഞ്ചായത്തുകളും ഗവൺമെൻറ്റും എല്ലാവരും കൂടെ ചേർന്ന് ഉള്ളൊരു ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് പോകാനുള്ള സാധ്യത, അതും പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികളുമായി ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അവർ കുറച്ചുകൂടെ പ്രതിബദ്ധതയുണ്ടല്ലോ. അങ്ങനെ വന്നതിന് ശേഷമാണ് കർഷകരുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ MACT പോലൊരു സംവിധാനം എന്നുള്ളത്. MACT ഇൻഷുറൻസ് റിലേറ്റഡ് ആണ്, മോട്ടോർ ആക്സിഡൻറ്റിൻ്റെ. അതിനുള്ള സാധ്യതയുണ്ടോ എന്ന് നോക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് അവരാഗ്രഹിക്കുന്ന നിലയിലേക്കുള്ള കോമ്പൻസേഷൻ കൊടുക്കാനൊക്കത്തുള്ളൂ. അന്നേരം ഇപ്പോൾ ഒരു തെങ്ങിന് 750 രൂപ കൊടുത്തുകൊണ്ടിരുന്നത്, അതിൽ നിന്ന് വർധനവ് UDF കൊണ്ടുവരും. പക്ഷെ അത് പര്യാപ്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തുടർന്നുള്ള ജീവിതം തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. വനംവകുപ്പ് അതിൽ നേരിട്ട് ബാധിക്കുന്നു. അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞാൻ ഉദ്യോഗസ്ഥർക്ക് അതിലൊരു സങ്കീർണമായ വിഷയമാണ്. ആ കുട്ടിയുടെ പിതാവ് അവരെ ഉപേക്ഷിച്ച് പോയെന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അമ്മ മരണപ്പെടുകയും ചെയ്തു. ഇനി ആ കുട്ടിയുടെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇപ്പോൾ തുടങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. ഞാൻ എൻ്റെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശിച്ചു, ആ കുട്ടിയെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ വകുപ്പ് എങ്ങനെ സംരക്ഷിക്കുമെന്നുള്ളൊരു പ്ലാൻ തയ്യാറാക്കിയിട്ട് നാളെ എന്നെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു മോഡലാക്കി തന്നെ നമുക്കത് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് ഒരു സമയം കൊടുക്കുക, എങ്ങനെ ചെയ്യാനൊക്കെ എന്നുള്ളത് നോക്കട്ടെ. അല്ല, ഇന്ന് എനിക്ക് മുഖ്യമന്ത്രിയുടെ മീറ്റിംഗ്, അല്ലെങ്കിൽ ഞാൻ പോയേനെ. ഇന്ന് മുഖ്യമന്ത്രിയുടെ മീറ്റിംഗ്, ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് 8 മണിക്ക് പറഞ്ഞേക്കുവാണ്. അതുകൊണ്ട് ഞാൻ അത്യാവശ്യമായിട്ട് തിരിച്ചു പോവാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.